പാഠം 959. എടുത്തുചാട്ടങ്ങൾ തുടരുന്നു. ഹലോ, അതെ, കെ മോഹനേഷ് സാറാണ്. ആഹാ, എന്താ വില ചേട്ടാ? ഇന്ന് പറ്റില്ല. ഇന്ന് RDO സുന്ദരേശൻ സാർ വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് എന്താണെന്നോ, ഈ RDO എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് വേലായുധൻ ചേട്ടൻ അറിയാമോ? നടക്കില്ല. ഇന്ന് രാവിലെ 8:30 എനിക്ക് ഓഫീസിലെത്തണം. ഇപ്പൊ തന്നെ മണി 8 കഴിഞ്ഞു. വേലായുധൻ ചേട്ടന അങ്ങയുടെ സ്ഥലമൊന്ന് അളക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ചു. പറ്റില്ല, ഇന്ന് RDO വരും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിക്കുക, RDO വരുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പമൊന്നും? ഒരു RDO ആരാണെന്ന് പോലും അറിയാത്ത വിഡ്ഢികൾ. അതിന് വേലായുധൻ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് എന്താ മോനയുടെ കാര്യം? RDO ആരാണെന്ന് അറിയേണ്ട ഒരു ആവശ്യം വേലായുധൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അറിയില്ല. RDO ഇവിടെ ചാർജ് എടുത്തിട്ട് 6 മാസം കഴിഞ്ഞു. ആദ്യമായിട്ടാണ് വില്ലേജ് ഓഫീസിലേക്ക് വരുന്നത്. അങ്ങനെ അദ്ദേഹം ആദ്യമായ ഓഫീസിലേക്ക് വരുമ്പോൾ ഓഫീസ് കാര്യങ്ങളിൽ ഒരു കുറ്റവും കുറവുണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ എന്നെ പറ്റിയുള്ള പുള്ളിക്കാരന്റെ അഭിപ്രായം പോവില്ലേ? കഴിഞ്ഞ ദിവസം RDO തഹസീൽദാരെ വിളിച്ച് എന്നെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചു. ഈ താലൂക്കിലെ ഏറ്റവും നല്ല വില്ലേജ് ഓഫീസർ ഞാനാണ് എന്ന് RDOയോടും ആരൊക്കെ പറഞ്ഞു. അത് ശരിയാണോ എന്നറിയാനാണ് അദ്ദേഹം തഹസീൽദാരെ വിളിച്ച് ചോദിച്ചത്. തഹസീൽദാർ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? അറിയണ്ടേ? ഈ താലൂക്കിലെന്നല്ല, ജില്ലയിലെ തന്നെ ഏറ്റവും മിടുക്കനായ വില്ലേജ് ഓഫീസർ കെ മോഹനേഷനാണെന്ന്. എന്റെ അഭിപ്രായത്തിൽ ഈ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും നല്ല വില്ലേജ് ഓഫീസർ മോഹനേട്ടനാണ്. അതെ അതെ, മിടുക്കി. ആദ്യമായി RDO ഓഫീസിലേക്ക് വരുമ്പോൾ ഓഫീസ് കാര്യങ്ങൾ ചിട്ടയായും വൃത്തിയായിരിക്കണം. എന്നെ പറ്റി കേട്ടതൊക്കെ സത്യമാണെന്നും ശരിയാണെന്നും RDOയ്ക്കും മനസ്സിലാവണം. 8:30 ഓഫീസിലെത്തിയാൽ 10 മണി വരെ സമയമുണ്ട് എല്ലാം ശരിയാക്കാനായിട്ട്. അതാരണം പോയി നോക്കട്ടെ. നീ ചോറ്റുപാത്രം ബാഗിനകത്തേക്ക് വെച്ചേ. ഹലോ, അതെ, സുഗുണാണ്. ദാമോദരൻ ചേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. ഏയ്, വേറെ 1-2 കാര്യങ്ങളുണ്ട്. നാളെ എന്തായാലും ഞാൻ വരാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റുമോ? ഞാനിപ്പോ മോഹനേഷ് സാറിന്റെ വീട്ടിലാ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം പഞ്ചായത്ത് സെക്രട്ടറി ഗിരിജ സാറിനെ പോയി കാണാൻ. അതെ അതെ അതെ, ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരു 10 മണിയാവുമ്പോ ദാമോദരൻ ചേട്ടനെ അങ്ങോട്ട് വിളിക്കാം. ശരി. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അതെനിക്ക് മനസ്സിലായി. വന്നത് എന്തിനാണെന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അത് സഹകരണ ബാങ്കിന്റെ കിഴക്കുവശത്ത് കിടക്കുന്ന ഒരു 15 സെന്റ് ഭൂമി എന്റേതാണെന്നുള്ള കാര്യം സാറിന് അറിയാലോ. ആ ഭൂമിയിൽ ഒരു കെട്ടിടം പണിയാനുള്ള പരിപാടിയുണ്ട്. ഹലോ, അതെ, സുഗുണാണ്. ജോണിക്കുട്ടി, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ആഴ്ച തന്നെ നമുക്ക് പണി തുടങ്ങാം. അതെ അതെ, പഞ്ചായത്തിന്റെ പെർമിറ്റ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ശരിയാക്കും. നീ ഒരു കാര്യം ചെയ്യ്, യോഹന്ന കോൺട്രാക്ടറെ കണ്ട് മണലിന്റെ മെറ്റീരിയലിന്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. ശരി. അപ്പോ നീ ഒരു കാര്യം ചെയ്യ്, ഒരു 11 മണിയാകുമ്പോ പഞ്ചായത്ത് ഓഫീസിലേക്ക് വാ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇതൊക്കെയാണോ വലിയൊരു സംഭവം? ശരിയപ്പോ. സാർ, ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാ, നാളെയോ മറ്റന്നാളോ ആ പ്ലോട്ട് ഒന്ന് റെഡിയാക്കണം. ഇന്ന് വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് സാർ ഒന്ന് അതുവഴി വന്നാ നമുക്കതൊന്ന് അളക്കായിരുന്നു. എനിക്ക് സൗകര്യമില്ല സുഗുണ. ഒരാൾ ആദ്യം പഠിക്കേണ്ടത് കെട്ടിടം പണിയാനല്ല, വാകതിരിവ്. സുഗുണനത് തീരെയില്ല. അതുകൊണ്ട് തന്നെ സുഗുണന്റെ സ്ഥലമളക്കാൻ കെ മോഹനേഷന് സൗകര്യമില്ല. അയ്യോ സാറേ, അതല്ല. എന്നല്ലാന്ന് RDO വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന ദിവസമായിരുന്നു. അതിനായിട്ട് ഞാൻ നേരത്തെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് സുഗുണൻ വന്നത്. എനിക്ക് വേണമെങ്കിൽ സുഗുണനോട് പറയാം, ഭയങ്കര തിരക്കാണ്, പിന്നെ വരൂ എന്ന്. പക്ഷേ
സുഗുണൻ ഇവിടം വരെ വന്നതാണല്ലോ എന്ന് കരുതി സുഗുണന് പറയാനുള്ളത് കേൾക്കാൻ ഞാൻ തയ്യാറായി. അത് എന്റെ വകതിരിവ്. പക്ഷേ ആ മര്യാദ സുഗുണൻ കാണിച്ചോ? ഇല്ല. അത് ഞാൻ ഇറങ്ങി വരുമ്പോ സുഗുണൻ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അത് ഞാൻ ക്ഷമിച്ചു. സംസാരിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും ഫോൺ. ഒരു വകതിരിവില്ലാതെ സുഗുണൻ ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അല്ല സാറേ, അത്യാവശ്യമുള്ളൊരു ഫോണായിരുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അകത്ത് എന്റെ ഫോൺ ബലൻസ് കണ്ടില്ലായിരുന്നോ? എനിക്ക് വേണമെങ്കിൽ പോയതെടുക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ടാ? ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് മര്യാദയല്ല. അതുകൊണ്ട് സാർ, ഞാൻ RDO എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല എന്ന് സുഗുണൻ അറിയാലോ? അറിയാം സാർ. അത്രയും വലിയ ഒരാൾ വില്ലേജ് ഓഫീസിലേക്ക് വരുമ്പോൾ എനിക്കുണ്ടാകാൻ പോകുന്ന തിരക്ക് എന്താണെന്നും സുഗുണൻ അറിയാമായിരിക്കുമല്ലോ. അറിയാം സാർ. അപ്പോ എന്റെ തിരക്കുകളെ പറ്റി അറിയാമായിരുന്നിട്ടും സുഗുണൻ ഈ ഫോൺ എടുത്ത് തോന്നും പോലെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അതിനെയാണ് ഞാൻ വകതിരിവില്ലായ്മ എന്ന് പറഞ്ഞത്. സുഗുണൻ ആദ്യം പോയി വകതിരിവ് പഠിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സ്ഥലമാണ്. അല്ല സാറേ, ഒരു മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് ഒരാളും ക്യാമറാകുന്നില്ല. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഒരു മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് ഒരാളും ക്യാമറാകുന്നില്ല. മനസ്സിലായല്ലോ? മനസ്സിലായിക്കോ? അയ്യോ, അഹങ്കാരി. ശിശുപാലൻ വിളിച്ചത്. എന്താ? മോഹനേട്ടൻ എന്നിട്ട് വില്ലേജ് ഓഫീസ് വെച്ച് ശിശുപാലൻ വഴക്കുണ്ടാക്കിയോ? വഴക്കോ? മനസ്സിലായില്ല. ശിശുപാലൻ ഇന്ന് രാവിലെ എന്തോ അത്യാവശ്യമുണ്ട്, വരാൻ വൈകൂന്ന് പറഞ്ഞപ്പോ മോഹനേട്ടൻ എന്താണ് പറഞ്ഞത്? ഓ, ഞാൻ ആഫീസിലെ ശിശുപാലനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ ശിശുപാലൻ വിളിച്ച് പരാതി പറയാനുള്ള ആളാണോ നീ? നീ എന്നാ എന്റെ മേലും ദിവസമായത്? ശിശുപാലനോട് പരാതി പറഞ്ഞൊന്നുമല്ല. ഇന്നലെ ന്യായമായ ഒരു കാര്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞു. ശിശുപാലന്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല. ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയാമോ? സാറേ, അമ്മാവൻ ആശുപത്രിയിലായിട്ട് 4 ദിവസമായി. ഇതുവരെ ഒന്ന് പോയി കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് RDO വരുന്ന ദിവസം നിന്നെ കൃത്യമായിട്ട് അങ്ങ് തെരഞ്ഞെടുത്തു അല്ലേ? അല്ല സാർ, RDO വരുന്നതിന് മുമ്പ് ഞാനിങ്ങ് എത്താം സാർ. RDO വരുന്നത് ശിശുപാലനെ കാണാനല്ല, ആഫീസ് കാര്യങ്ങൾ നോക്കാനാ. ആ ജോലി തീർത്തു വെക്കാനാണ് ശിശുപാലന് ശമ്പളം തരുന്നത്. RDO വന്നു പോയിട്ട് വൈകിട്ട് ശിശുപാലൻ അമ്മാവനെ കാണാൻ പോയിക്കോളൂ. അത് നടക്കില്ല സാർ. രാവിലെ 9 മുതൽ 9:30 വരെ അവിടെ ആളെ കയറ്റിവിടൂ. ശിശുപാല, ഇത്തരം ന്യായങ്ങൾ പറഞ്ഞ് ജോലി ചെയ്യാതെ രക്ഷപ്പെടാനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. നാളെ രാവിലെ 8:30 നിങ്ങൾ 3 പേര് ഇവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ വിവരം അറിയും. RDOയെ പോലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വില്ലേജ് ഓഫീസിൽ വരുന്ന ദിവസം തന്നെ ശിശുപാലൻ വൈകി വന്നാലുള്ള അവസ്ഥ എന്താവും? ശിശുപാലൻ വെറുതെ വൈകുന്നല്ലോ മോഹനേട്ടാ, ഒരു കാരണം പറഞ്ഞില്ലേ? എന്ത് കാരണം? അമ്മാവനെ കാണാൻ ആശുപത്രിയിൽ പോകണമെങ്കിൽ വേറെ എത്രയോ സമയമുണ്ട്. വേറെ സമയമില്ല ശിശുപാലൻ പറഞ്ഞില്ലേ? രാവിലെ 9:30 മുതൽ 10 മണി വരെയല്ലേ രോഗിയെ കാണാൻ പറ്റുള്ളൂ. എങ്കിൽ നാളെ പോണം. അതിന് മുന്നേ അമ്മാവൻ എങ്ങനെ മരിച്ചു പോയല്ലോ. അത്യാസന്ന നില കിടക്കുന്ന ഒരാളല്ലേ മോനേട്ടാ. ഏത് നേരത്തെ എന്താ ഉണ്ടാവുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? RDO വരുമ്പോ മോഹനേട്ടൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടാവുന്നുള്ളൂ. വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം. നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. ഞാൻ ഉപദേശിക്കാൻ വന്നൊന്നും അല്ലേ, ഒരഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ശിശുപാലൻ ഇപ്പൊ വിളിച്ചത് ശിശുപാലൻ നിന്നെ വിളിക്കേണ്ട കാര്യമില്ല. അഹങ്കാരമാണ് ശിശുപാലൻ കാണിച്ചത്. ശിശുപാലൻ എന്നെ വിളിച്ചതല്ല, മോഹനേട്ടനെ വിളിച്ചു തന്നെയാ. മോഹനയുടെ പുറത്ത് ആരോട് സംസാരിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ എന്നോട് കാര്യം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. വില്ലേജ് ഓഫീസർ ഞാനാണ്. ആഫീസ് കാര്യങ്ങൾ എന്നോടാണ് പറയേണ്ടത്. എന്നോട് മാത്രമേ പറയാവൂ. എന്റെ ഭാര്യയോട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അധികാരം ശിശുപാലന് ആരാണ് കൊടുത്തതെന്ന് എനിക്ക് അറിയണമല്ലോ. ശിശുപാലനെ വെച്ചിട്ടുണ്ട്. അയ്യോ എന്റെ മോഹനേട്ടാ, ഞാൻ പോയോ മോഹനേട്ടാ? ഹലോ, അതെ, മനസ്സിലായി.
മനസ്സിലായി. എന്താ പ്രശ്നം? ഓ, ആ ഹാ ഹാ, അത് കൊള്ളാം. ആ ശരി ശരി, ഞാൻ ഏറ്റു. അതൊക്കെ ഞാൻ ശരിയായിക്കൊള്ളാം. മോനേഷ് സാർ വരുന്നുണ്ടേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓ ഓ ശരി ശരി ശരി. സാറേ, സാർ സാർ സാർ, സാറിന്റെ വരവ് കണ്ട അറിയാം ഭയങ്കര ദേഷ്യത്തിലാണെന്ന്. ഞാൻ ദേഷ്യത്തിലാണോ അല്ലയോ തീരുമാനിക്കുന്നത് ഉത്തമനാണോ? ആണോ? അല്ല അല്ല അല്ല, ഞാൻ അല്പം തിരക്കിലാണെന്നുള്ള സത്യം. അതെന്താ കാര്യം ഉത്തമൻ അറിയാമോ? അല്ല സാറേ, അത് പിന്നെ ഈ ഇന്ന് സാക്ഷാൽ RDO വില്ലേജ് ഓഫീസിലേക്ക് വരുന്നു. ഓ ഓ ഓ, കൃത്യം 10 മണിയാകുമ്പോ RDO വില്ലേജ് ഓഫീസിലെത്തും. അതിനു മുമ്പ് ഓഫീസിലെ കാര്യങ്ങളെല്ലാം തീർക്കണം. അതുകൊണ്ട് ശിശുപാലനോടും കാഞ്ചനോടും സ്വയംപ്രഭയോടും കൃത്യം 8:30 ഓഫീസിലെത്താൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ. അവർ 8:30 അവിടെ എത്തുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവർ എന്നെ പറ്റി എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഉത്തമൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വൈകുന്നേരം കാണുമ്പോൾ പറയാം. അല്ല സാർ, ഞാൻ പറയാൻ വന്നത് പിന്നെ നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് സാറ് പ്രഭാകരനോട് ദേഷ്യപ്പെട്ടില്ലേ? ഒരു കാര്യത്തിന്റെ എല്ലാ വശവും മനസ്സിലാക്കാതെ ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞോണ്ട്. ആദ്യം പ്രഭാകരൻ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോ മോനേഷ് സാർ പറഞ്ഞതാണ് ശരി എന്നവന് ബോധ്യപ്പെട്ടു. എന്ത് കാര്യമായാലും എല്ലാ ഭാഗവും കേട്ട് മനസ്സിലാക്കുന്നതാണല്ലോ അതിന്റെ ശരി. ഉത്തമ, ഞാനൊരു കാര്യം വെറുതെ പറയില്ല. എന്ത് കാര്യമായാലും ശരിക്ക് കേട്ട് പഠിച്ച് വേണം നമ്മളൊരു തീരുമാനത്തിലെത്താൻ. ഞാനത് പറഞ്ഞപ്പോൾ അന്നേരം പ്രഭാകരന്റെ മുഖം ഇങ്ങനെ ഇരുന്നു. പക്ഷേ ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പ്രഭാകരന് മനസ്സിലായില്ലേ? അതാണ് മോഹനേഷ് സാർ. പിന്നെ സാറേ, വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വില്ലേജ് ഓഫീസിലേക്ക് വരണം, അല്ലെങ്കിൽ വൈകിട്ട് വീട്ടിൽ. മനസ്സിലായല്ലോ? ഈ RDO എന്ന് പറഞ്ഞാൽ ചെറിയ ആളാണെന്നാണോ വിചാരം? അല്ല കൂത്ത്. ശിശുപാലൻ ഇതുവരെ വന്നില്ലേ? കഴിഞ്ഞു. RDO വരുന്നതിന് മുമ്പ് എന്തൊക്കെ ജോലികൾ ചെയ്യാനുള്ളതാ. ഈ ശിശുപാലനൊക്കെ സർക്കാർ സർവീസ് വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല. ശിശുപാല, സാറേ, ഇന്നെന്താ നേരത്തെ? ഇന്ന് RDO ഒരു ദിവസാ, കുറച്ച് ജോലി എടുക്കാനുണ്ട്. എന്നിട്ടെന്താ ആഫീസ് തുറക്കാത്തെ? താക്കോലി ശിശുപാലിന്റെ കയ്യിലല്ലേ? ശിശുപാലൻ എത്തിയിട്ടില്ല. ഓ ആ സുധാര, ഇപ്പൊ മനസ്സിലായോ? ഈ ആഫീസിൽ എനിക്ക് മാത്രമേ ഉത്തരവാദിത്ത ബോധമുള്ളൂ. ബാക്കിയെല്ലാം കണക്ക. സാറ് ശിശുപാലൻ ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്. ആഫീസ് തുറന്നാലേ വിളിക്കാൻ പറ്റൂ. എങ്ങനെ ഉറക്കും? ഓ, സാറിന് മൊബൈൽ ഇല്ല അല്ലേ? മണി 9 വരെ എവിടെ പോയി കിടക്കുന്നുണ്ടോ? ഇന്ന് RDOയുടെ വഴക്ക് ഞാൻ കേട്ടതാണ്. ഹലോ, അതെ സൂണാണ്. ആ, ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്റെ പങ്കജാക്ഷ, നീ പറയുന്ന പോലെ അല്ല കാര്യം. ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതെ. ആ, നീ ഒരു കാര്യം ചെയ്യ്, ഉച്ചയാകുമ്പോ നീ വീട്ടിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. ശരി. സുഗുണൻ എന്താ ഈ വഴി? ഞാൻ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ മേഴ്സി ചേച്ചി ഒന്ന് കാണാൻ വന്നതാ.
അല്ല സാറതായി പുറത്തേക്കുന്നേ ഓഫീസ് തുറക്കാൻ സമയമായില്ലേ? RDO വരുമെന്നല്ലേ പറഞ്ഞത്? അതെ, ഈ താക്കോല് ശിശുപാലിന്റെ കയ്യില. ശിശുപാലിന് ഇതുവരെ വന്നില്ല. അത് ശരി. ഇവിടെ വന്നിങ്ങനെ മുറ്റത്ത് നിൽക്കാനാണോ സാർ രാവിലെ ഇത്ര ധൃതി പിടിച്ച് പോകുന്നത്? കഷ്ടം തന്നെ. സുഗുണ, എനിക്കൊരു ഉപകാരം ചെയ്യോ? ഈ ഫോണിന്ന് ശിശുപാലൊന്ന് വിളിക്കോ? ഞാനിവിടെ കാത്തു നിൽക്ക, അത്യാവശ്യമാണ്, പെട്ടെന്നൊന്ന് വരാൻ പറയൂ. ഈ ഫോണിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ രാവിലെ ഈ ഫോണിൽ സംസാരിച്ചതിനാണല്ലോ സാർ രാവിലെ എന്റെ മെക്കിട്ട് കയറിയത്. എന്നിട്ടിപ്പോ ഈ ഫോൺ സാറിന്റെ ആവശ്യത്തിന് വേണം. പ്രശ്നം എന്താന്ന് വെച്ചാൽ RDO ഇപ്പം എത്തും. അപ്പൊ ഞാൻ പിന്നെ അതൊക്കെ സാറിന്റെ പ്രശ്നം. എന്റെ സ്ഥലം അളക്കാൻ ഞാൻ വേറെ ആളെ ഏർപ്പാടാക്കി. സാറിന്റെ സഹായം എനിക്ക് വേണ്ട എന്നർത്ഥം. അതുകൊണ്ട് ഈ ഫോൺ ഞാൻ തരില്ല. പറഞ്ഞേ? സുഗുണ, ഇല്ല സാറേ, സാർ പോയെ, ഞാൻ തരില്ല. എന്തെങ്കിലും ആവശ്യം സുഗുണ ഇവിടെ വരുമല്ലോ, ശരിയാക്കുന്നുണ്ട് ഞാൻ. മണി 9:40. ഇവര് മൂന്നൂരും ചത്തോ? അങ്ങോട്ട് പോയി നോക്കിയാലോ? സാറെന്താ തിരിച്ചു പോകുന്നേ? ഇന്ന് ആഫീസില്ലേ? ആഫീസ് എവിടെ പോവാൻ? അവിടെ തന്നെ ഇരിപ്പുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്ക്. ഇത് എന്ത് പറ്റി? സാറെന്താ തിരിച്ചു പോകുന്നത്? പേരെന്താ? എന്റെ പേര് മണിക്കുട്ടൻ. മണിക്കുട്ട, ഞാൻ എവിടെ പോകണം എവിടെ പോകണ്ട തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് സൗകര്യം പോകും. അങ്ങോട്ട് പോ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ വേറെ പറയും. ഫോണും ചോദിച്ചു നോക്കാം. അത്രയ്ക്ക് കിട്ടിയോ? നമസ്കാരം ചേച്ചി, അതൊന്ന് അണയ്ക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എനിക്കെന്ത് വിശേഷം സാറേ? അല്ല, സാറെന്താ ഈ വഴി? ഒന്നുമില്ല, എനിക്ക് ശശിയുടെ ഒരു സഹായം ആവശ്യമുണ്ടായിരുന്നു. എന്താ സാർ? എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. എനിക്ക് മൊബൈലില്ലല്ലോ. ഈ ഫോൺ തന്നാൽ. അതിനെന്താ സാറേ? നമ്പർ ഞാൻ പറഞ്ഞുതരാം, ശശിനെ വിളിച്ചോളൂ. ഓ 9747361010. അവനൊരു കാര്യം, ഈ ഫോൺ വിളിക്കുന്നതിന്റെ പൈസ ഞാൻ തരും. എന്റെ ഒരു ആവശ്യത്തിനായിട്ട് ശശി കാശ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആള് കിട്ടി. തുറന്നു വെച്ചിട്ടുണ്ട് ഞാൻ. സമയം എത്രയായി? 9:50. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്? ഞാൻ ഇവിടെ വന്നേക്കുന്നവർക്ക് സമയം എത്രയെന്നറിയാമോ? ഇന്നലെ 3 പേരോട് ഞാൻ പറഞ്ഞതാ കൃത്യം 8:30 ഇവിടെ എത്തണമെന്ന്. ഈ RDO എന്ന് പറഞ്ഞാൽ ചെറിയ ആളാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? മിണ്ടരുത്. ഇവിടുത്തെ ഓഫീസർ ഞാനാ. ഞാൻ തീരുമാനിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കേണ്ടത്. RDO വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് എന്ന്. 8:30 വരണമെന്ന് പറഞ്ഞ ഞാൻ കൃത്യം 8:30 ഇവിടെ എത്തി. പക്ഷേ ശിശുപാല വന്നതോ 9:50. സ്വയംപ്രഭയും കാഞ്ചന ഇതുവരെ എത്തിയിട്ടുമില്ല. നിങ്ങളൊക്കെ എന്താ കരുതിയിരിക്കുന്നത്? ഇത് നിങ്ങളുടെ തറവാട് നടന്നോ? സാറേ, ഞാനൊന്ന് പറയട്ടെ. അതെ, അത് ഞാൻ പറയും. അത് കടീശ്വരൻ പറഞ്ഞാൽ മതി. നിങ്ങൾ 3 പേരും മനഃപൂർവ്വം താമസിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ജോലികൾ തീർന്നില്ലെങ്കിൽ RDO എന്നെയാണല്ലോ വഴക്ക് പറയുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ സന്തോഷിക്കണം.
അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? സാർ പക്ഷെ ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. കാരണം RDO വരുമ്പോൾ ഞാൻ സംഭവിച്ചതൊക്കെ പറയും. നിങ്ങൾ ഉത്തരവാദിത്ത ബോധമില്ലാത്തവരാണെന്ന് ഞാൻ പറയും. പിന്നെന്താ വേണ്ടെന്ന് RDO തീരുമാനിച്ചോളൂ. RDO തീരുമാനിക്കട്ടെ എന്താ വേണ്ടെന്ന്. അഹങ്കാരികൾ. അതിന് RDO വരില്ലല്ലോ സാർ. RDO വരില്ല എന്ന് വിളിച്ചു പറഞ്ഞു. വേറെ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. ആരെ വിളിച്ചു പറഞ്ഞു? RDO ഓഫീസിലെ തോമസ് സാർ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിനെ അറിയിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടെന്താ ശിശുപാലൻ എന്നെ അറിയിക്കാത്തത്? ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. വക്കീലാ ഫോൺ എടുത്തേ. ഞാൻ കാര്യം പറഞ്ഞപ്പോ വക്കീൽ പറഞ്ഞു സാറിനോട് പറഞ്ഞോളാന്ന്. ഞാൻ ഉപദേശിക്കാൻ വന്നൊന്നുമല്ലേ, ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ശിശുപാലൻ ഇപ്പൊ വിളിച്ചത് ശിശുപാലൻ നിന്നെ വിളിക്കേണ്ട കാര്യമില്ല. അഹങ്കാരമാണ് ശിശുപാലൻ കാണിച്ചത്. ശിശുപാലൻ എന്നെ വിളിച്ചതല്ല, മോഹനേട്ടനെ വിളിച്ചു തന്നെയാ. മോഹനയുടെ പുറത്ത് ആരോട് സംസാരിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ എന്നോട് കാര്യം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. വില്ലേജ് ഓഫീസർ ഞാനാണ്. ഓഫീസ് കാര്യങ്ങൾ എന്നോടാണ് പറയേണ്ടത്. എന്നോട് മാത്രമേ പറയാവൂ. എന്റെ ഭാര്യയോട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അധികാരം ശിശുപാലന് ആരാണ് കൊടുത്തതെന്ന് എനിക്ക് അറിയണമല്ലോ. ശിശുപാലനെ വെച്ചിട്ടുണ്ട്. അഹങ്കാരി. വക്കീൽ സാറിനോട് പറഞ്ഞില്ലേ? വക്കീല് പറഞ്ഞു കാണുമെന്നാ ഞാൻ കരുതിയേ. ഒരു കാര്യം കേൾക്കുന്ന പാടെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. ബന്ധപ്പെട്ട വിഷയത്തെ പറ്റി തിരിച്ചും മറിച്ചും ആലോചിക്കണം. അങ്ങനെ അവധാനപൂർവ്വം ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളെ ശരിയാവുകയുള്ളൂ. ഇതൊക്കെ മോഹനേട്ടൻ സ്ഥിരമായിട്ട് എന്നെ ഉപദേശിക്കുന്ന കാര്യങ്ങളാ. ശിശുപാലൻ ചേട്ടൻ വിളിച്ച് RDO വരില്ല എന്ന് പറഞ്ഞ കാര്യം ഒന്ന് പറയാൻ പോലും മോഹനേട്ടൻ എന്നെ സമ്മതിച്ചില്ല. ആദ്യം അത് പറഞ്ഞ പോരായിരുന്നു. എന്ത്? ഇതേ ശിശുപാലനോട് ഞാൻ വഴക്കുണ്ടാക്കിയാലും ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ പറ്റിപ്പോയത്. ഞാൻ കരുതി ശിശുപാലൻ നിന്നോട് പരാതി പറയാൻ വേണ്ടി വിളിച്ചാണ്. എന്നെ മുഴുവനൊന്നും പറയാൻ സമ്മതിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നെ ചെയ്ത് വിളിച്ചിട്ട് മോഹനയുടെ ശാരവേദത്തിലൂടെ നിങ്ങൾ സ്ഥലം വിട്ടു. വെറുതെ വില്ലേജ് ഓഫീസിന് മുറ്റത്ത് പോയി നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഉത്തമനെ വിളിച്ച് വിവരം പറഞ്ഞു. പക്ഷെ ഉത്തമൻ പറയുന്നത് കേൾക്കാനും മോഹനയുടെ തയ്യാറായില്ലോ. പിന്നെ സാറേ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാം. എന്തെന്ന് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വില്ലേജ് ഓഫീസിലേക്ക് വരണം, അല്ലെങ്കിൽ വൈകിട്ട് വീട്ടിൽ. മനസ്സിലായല്ലോ? ഈ RDO എന്ന് പറഞ്ഞാൽ ചെറിയ ആളാണെന്നാണോ വിചാരം? നല്ല കൂത്ത്. ചുരുക്കി പറഞ്ഞ നാട്ടുകാരെ മുഴുവനും മര്യാദ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന മോഹനേട്ടൻ സ്വന്തം ജീവിതത്തിൽ ആ ഉപദേശം ഒന്നും നടപ്പാക്കില്ല. അതുകൊണ്ട് ഒരു കാര്യമില്ലാതെ രാവിലെ തെക്ക് വടക്ക് നടക്കേണ്ടി വന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയിപ്പോ എന്ത് പറയാനാ? പറയാനുണ്ടാക്കുന്ന നീ പറഞ്ഞല്ലോ. എന്നുവെച്ചാ ഇനി അങ്ങോട്ട് ഞാൻ എല്ലാം കേട്ട് മനസ്സിലാക്കി ചിന്തിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ. ഉറപ്പാണോ? മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഒരു കാര്യത്തിന്റെ സകല വശങ്ങളും കേട്ട് അവധാനപൂർവ്വം ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളെ ശരിയാവൂ എന്ന് വില്ലേജ് ഓഫീസർക്ക് അറിയാത്തതല്ല. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ സിദ്ധാന്തങ്ങളൊക്കെ മറക്കുന്ന ശീലക്കാരനായതുകൊണ്ടാണ് മോഹനകൃഷ്ണന് ഇത്തവണയും അബദ്ധം പറ്റിയത്. സാരമില്ല, ഇക്കാര്യം ഭാവിയിൽ തിരുത്തിക്കൊള്ളുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം